ഹലോ ഗൈസ്, നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോണാണ് പോക്കോ M6 5G. ഇതിന് കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഡിസ്പ്ലേയുടെ മേലത്തെ ഗ്ലാസ് പൊട്ടിക്കുക. നല്ല പൊട്ടുണ്ട് കേട്ടോ, പക്ഷേ ഡിസ്പ്ലേ പോയിട്ടില്ല. നമുക്ക് ഇതിന് മേലത്തെ ഗ്ലാസ് ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കാം, ചെയ്ത് നോക്കാം. നല്ല പൊട്ടുണ്ട്, സൈഡിൽ മഞ്ഞപ്പാടുണ്ട്. 5G ഫോൺ ഉണ്ടോ, ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. ബാക്കിട്ട ലെയർ നമുക്ക് ലിക്വിഡ് ലെയർ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ കുറച്ച് മറ്റേ സൈഡിൽ കുറച്ച് ഹോസ് കൊടുക്കണ്ട, നെയ്സിലെടുക്കുക. അത് ഹോസ് കൊടുത്ത് പിന്നെ വെൻ്റ് ആവട്ടോ. ഓക്കെ, നമുക്ക് അതിൻ്റെ സൈഡത്തെ സാധനം ഊരിട്ടുണ്ട്. ചെറുതായി കളർ പോയി, പക്ഷെ കുഴപ്പമില്ല. ബാക്ക് എടുത്ത് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ ഊരിയെടുക്കാം കേട്ടോ. ബാറ്ററി കാര്യങ്ങൾ പ്രോപ്പർ ഒറിജിനൽ കേട്ടോ, നല്ല ഫിറ്റിങ് സാധനമായിരുന്നു. ഒറിജിനൽ ഡിസ്പ്ലേ ഇടും. ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്നും മാറ്റിയിട്ടില്ല, പക്ഷേ മേലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. കസ്റ്റമർ സ്ക്രീൻ ഗ്ലാസ് ഇടാത്തതുകൊണ്ട് സ്ക്രൂ കാര്യങ്ങൾ ഊരിയെടുക്കാൻ നമുക്ക് കുറച്ച് ടൈറ്റ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ ഓരോ സ്ക്രൂ കാര്യങ്ങൾ റിമൂവ് ചെയ്ത് വെക്കാം നമുക്ക്. പോക്കോയുടെ ഫോണാണ്, അധികം കംപ്ലൈൻറ്റ് വരുന്നത് CPU EMIC കാര്യങ്ങൾ വരുന്നത്. ചില ഫോൺ ചില മോഡലിനൊക്കെ വരുന്നുണ്ടോ. പോക്കോ M3 9 പവർ അങ്ങനെ ഓരോ ചെറിയ ഫോണുകളുണ്ട്. അതിൽ വരുന്ന കംപ്ലൈൻറ്റ് EMIC CPU. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഫോണിൽ ടച്ച് ഗ്ലാസ് ആട്ടോ. നമുക്ക് മേലത്തെ സ്ക്രൂ കാര്യങ്ങൾ ഊരെടുക്കാം കേട്ടോ. കുറേ സ്ക്രൂ ഉണ്ട്, അങ്ങനെ ഓരോന്ന് സ്ക്രൂ കാര്യങ്ങൾ ഊരെടുത്തിട്ട് നമുക്കിതിൻ്റെ മിഡിലത്തെ ബാക്ക് ഡോറും കൂടി ഊരെടുക്കാം. അങ്ങനെ ഊരെടുത്തിട്ടുണ്ട്. സിം ട്രേ ഊരിട്ടെടുത്ത് ഞാൻ ഫോൺ ഓഫാക്കി വെച്ചു. അങ്ങനെ സിം ട്രേ ഊരെടുത്ത് നമ്മളിപ്പോൾ അങ്ങനെ മിഡിൽ ഫ്രെയിം നമുക്ക് ഊരെടുക്കാം. മിഡിലത്തെ ബാക്ക് ഡോർ കേട്ടോ, കുറച്ച് ടൈറ്റ് ഉണ്ട്. അങ്ങനെ നൈസിൽ നമുക്ക് ഇതിന് മിഡിലിൻ്റെ സാധനം എടുത്തിട്ടുണ്ട്. ബാക്ക് ഡോറ് ആ ഫിംഗർ വരുന്നുണ്ട്, ഫിംഗർ ശ്രദ്ധിക്കുന്നുണ്ടോ എപ്പോഴും ഓരോ ഇട്ടുമ്പോൾ അതോ ഫിംഗർ ഒന്ന് പൊട്ടി പിന്നെ പോയിട്ടു. അങ്ങനെ നെയ്സിൽ പൊന്തിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫിംഗർ ഒന്ന് ഊരെടുക്കാം. ചെറിയ സ്ക്രൂ ഉണ്ടായിരുന്നു, ഒന്ന് ഊരെടുത്ത് ഫിംഗർ ഊരെടുത്ത് ഞാൻ. ഓക്കെ, നമുക്കിതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാം. ബാറ്ററി റിമൂവ് ചെയ്തു. അത് കുറച്ച് ഫോഴ്സ് കൊടുത്തെടുത്ത് നൈസിൽ ഫോഴ്സ് കൊടുത്ത് അവസാനം നമുക്ക് ബാറ്ററി ഊരെടുക്കാം കേട്ടോ. കിട്ടിയില്ല, ഒന്നുകൂടി ഫോഴ്സ് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ഇതിന് ബാറ്ററി റിമൂവ് ചെയ്യാം കേട്ടോ. ബാറ്ററി റിമൂവ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫോൺ കണ്ടോ എല്ലാം റിമൂവ്. അപ്പോൾ സൈഡിൽ ബ്ലേഡ് കൊണ്ട് കാര്യങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ. സൈഡത്തെ നടുവത്തൊന്ന് കട്ട് ചെയ്യുക, ഡിസ്പ്ലേ ഊരി എടുക്കാൻ വേണ്ടിയിട്ട്. ആ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം കേട്ടോ. ഫ്രെയിമിൽ നിന്ന് അതിൻ്റെ അടിയിലും സ്ട്രിപ്പ് വരുന്നുണ്ട്, നോക്കുള്ളൂ. അത് നമുക്ക് OC ഷീറ്റിൻ്റെ ലെയർ കൊണ്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം. അങ്ങനെ ഈസിലൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അധികം ഫോഴ്സ് കൊടുത്ത് പിന്നെ ഡിസ്പ്ലേ പ്രസ്സായ പിന്നെ ഡിസ്പ്ലേ ബ്ലാങ്ക് ആകും, അല്ലെങ്കിൽ ലൈന് വരും. അത് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ സൈഡിൽ മൊത്തം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡിസ്പ്ലേ പോന്നിട്ടുണ്ട്. ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ കേട്ടോ, ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്പ്ലേ പോയിക്കണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾ നല്ല പൊട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓണാക്കി നോക്കാം. ഓ, ബാഗ് ഉണ്ട് കേട്ടോ, ഡിസ്പ്ലേ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ സമാധാനമായിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഡിസ്പ്ലേ വരുമ്പോൾ എത്ര റിസ്ക് അറിയാം. അഥവാ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല റേറ്റ് ആയിരുന്നു. ഓക്കെ, ഡിസ്പ്ലേ നമുക്കിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. മെഷീൻ ഒരു അരമണിക്കൂർ ഞാൻ ഓണാക്കാൻ വെച്ചിരുന്നു, കുറച്ച് ചൂടാൻ വേണ്ടിയിട്ട്. ചൂടായിട്ടുണ്ട്. അടിയിൽ നിന്ന് എടുക്കാൻ നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മേൽക്കൂടി സെപ്പറേറ്റ്. അപ്പോൾ ഒരു കോർണറിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കോർണറിൽ നെയ്സിലൊക്കെ ഇട്ടിട്ട് മെല്ലെ മെല്ലായിട്ട് റിമൂവ് ചെയ്യാം.
അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിമൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോന്ന് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസിൽ റിമൂവ് ചെയ്യാം കേട്ടോ. അധികം ഫോഴ്സ് കൊടുത്താൽ നമ്മൾ അത് പൊട്ടി റിമൂവ് മൊത്തം ിട്ടുണ്ടെങ്കിൽ തട്ടിട്ട് പൊട്ടിയ പിന്നെ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. നെയ്സിൽ സാവധാനം കേട്ടോ. അടിഭാഗത്ത് നമ്മൾ നെയ്സിൽ അടിഭാഗം കേട്ടോ. ചെയ്തിട്ടുണ്ട്. ആവശ്യം കാര്യങ്ങൾ നമ്മൾ പുറത്ത് പോയിട്ട് പഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സംഭവം റിമൂവ് ചെയ്തു. നമുക്ക് ബാക്ക് കുറേ സ്ക്രൂണ്ട് നമ്മൾ ഫിക്സ് ചെയ്തു. കറണ്ട് പോയി കേട്ടോ. കുഴപ്പമില്ല. ബാക്ക് ഡോറിൽ ഗമ്മിട്ടിട്ട് ബാക്ക് ഡോർ അടക്കുക. റബ്ബർ കാര്യങ്ങൾ കെട്ടി നാലഞ്ച് റബ്ബർ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോണിപ്പോൾ പ്രോപ്പർ വർക്കിംഗ് കേട്ടോ. ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫോൺ. ഓക്കെ, നമുക്ക് സിം ഇട്ടാൽ ഫോണ് പ്രോപ്പറായിട്ട് നമ്മൾ ഫോൺ റെഡി. ടച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ